ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ ചെറിയൊരു വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മൾ ഏറ്റുമാനൂർ ചെറിയ ഷോപ്പിങ്ങിന് പോകണം, അതിൻ്റെ വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. സോ വെൽക്കം ഗൈസ്. ഹലോ ഗൈസ്, നമ്മുടെ ഇവിടെ ചെടിയിൽ പൂവുണ്ടായിട്ടുണ്ട്, അതാണിത്. പിന്നെ ഇവിടെ റോസയിലും പൂവുണ്ടായിട്ടുണ്ട്. വേറെ ഒരു ചെടിയാണ്, ഇതിൻ്റെ വലിയ പൂവുണ്ടായിട്ടുണ്ട്. ഇത്രയും നീളമാണ് ഇതിൻ്റെ പൂവിന് ഗൈസ്. ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ ഇവിടെ എല്ലാവരും ഇങ്ങനെ റെഡിയായി നിൽക്കുവാണ്. ഞാൻ മഹാചട്ടമ്പിയാണെങ്കിലും എന്നെ വിശ്വസിക്കാം, ഞാൻ ദശമൂലം. അനു ഇവിടെ റെഡിയായി നിൽപ്പുണ്ട്. പിന്നെ റോസയിൽ പുതിയ മുട്ട് ആയിട്ടുണ്ട്. പിന്നെ ചെറിയൊരു മഞ്ഞ ഉണ്ടായിട്ടുണ്ട്. പേര് ഇത് പൂവ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സോ ഗൈസ്, ഭയങ്കര വലിയ മഴ തന്നെയാണ് വരാൻ. നല്ല മഴക്കും വണ്ടി ഇവിടെ കിടപ്പുണ്ട് ഗൈസ്. നമ്മള് യൂസ്റ്റേന്ന് പോയിട്ട് സാധനങ്ങളൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എവിടെയെങ്കിലും കയറാനുള്ള പ്ലാൻ വല്ലതും ഉണ്ടോ? നമുക്ക് എവിടെയാണ് കയറണ്ടേ? എവിടെ വേണം കയറാൻ? ഡെക്കാത്തലോൺ അയ്യോ സോറി, എൻ്റെ കൈ വന്നത് അടഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ട്രയൽ ചെയ്തത് ആ ഭാഗത്തെ വീഡിയോ കിട്ടിയായിരുന്നു. നമ്മൾ ട്രയൽ ചെയ്ത വീഡിയോസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോകുന്ന വഴി. വീട്ടിൽ നിന്ന് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ട്രയൽ റൂമിന്റെ വീഡിയോ എടുത്തു. അത് കണ്ടിട്ട് നമ്മൾ 2 ജീൻസ് മാത്രമേ കൈസ് കഴിച്ചുള്ളൂ. അതെ, നമ്മൾ 2 ജീൻസിന് വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നതൊക്കെ. അതിൽ തന്നെ നല്ല റേറ്റ് ആയി. വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം. ഞങ്ങൾ ഏതൊക്കെ എടുത്തേന്ന് ഞങ്ങൾ കാണിച്ചു തരാം. നമ്മൾ അതിനകത്ത് കയറിയിട്ട് അധികം വീഡിയോ ഒന്നും എടുത്തില്ല. കാരണം നമ്മളിങ്ങനെ നോക്കി ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ നോക്കി നമ്മൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. പക്ഷെ 2 ഫ്ലോർ ഉണ്ട്. ഞങ്ങൾ ഒരു ഫ്ലോറിലേക്ക് കയറിയുള്ളൂ. ഞങ്ങൾ വെളിയിൽ ഇറങ്ങി മേലോട്ട് നോക്കിയിട്ടുണ്ട്. രണ്ടാമത്തെ ഫ്ലോർ. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓരോ ഫ്ലോർ മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത ദിവസം പോകും. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ചൈതന്യ, ഇതാണ് നമ്മുടെ അടുത്ത ചൈതന്യ. വണ്ടി നോക്കി Let the breeze tell us where to go. Every step a beat we can make. Life's a tune, sing it till we break. Concrete warm under my bare feet. Crowds moving like a heartbeat. Skipping stones in city streams we find. Let's write a new story, leave the old behind. Someone's cooking love in the air, I swear. Every spark in their voices shows they care. Colors splash like secrets on these walls, while laughter echoes. പിസ്സ, ബർഗർ, ABC ആണോ? അതെ, ABC അമേരിക്കൻ റോസ്റ്റഡ് ചിക്കൻ എന്നാന്ന് തോന്നണു കേട്ടോ ഗൈസ്. നമ്മുടെ ഹാങ് ഔട്ട് ഇനിയിപ്പത്തിന് കാണിച്ചു തരാതെ. എന്റെ ഫ്രണ്ട് ഒരു ആംബുലൻസ് ഒക്കെ കിടക്കുന്നുണ്ട് അവിടെ. നിങ്ങൾ അപകടത്തിൽ, നിങ്ങൾ നാശത്തിലേക്കുള്ള വഴിയിലേക്ക്. നമ്മൾ ഹാങ് ഔട്ടിൽ ഒരു ദിവസം പറഞ്ഞു, ഞങ്ങൾ ഹാങ് ഔട്ടിൽ വന്നിട്ട് ഒരു ദിവസം വീഡിയോ ഞങ്ങൾ ചെയ്യാവേ ഹാങ് ഔട്ടിൻ്റെ. പക്ഷേ അത് കസിൻസ് ഒക്കെ അവർക്ക് എല്ലാവർക്കും കൂടെ ഒരു പറ്റുന്നൊരു ദിവസം നോക്കിയാണ് വരാം. എല്ലാവർക്കും കൂടെ 3 പേരും കൂടെ പോയി കഴിഞ്ഞാൽ ഒരു ഇതുണ്ടാവില്ല. എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്കും ഒരു വൈബല്ലേ. വഴി മൊത്തം പൊക്കാട്ടോ. വെള്ളക്കെട്ട് മാത്രമല്ല, കുഴിയുമുണ്ട്. കുഴിയും സൈഡിൽ കൂടെ ഇട്ടു നോക്കാൻ വീഡിയോ. കഴിഞ്ഞിട്ടാ സത്യമായിട്ട് എനിക്ക് എങ്ങനെ ക്യാമറ പിടിക്കേണ്ടിയിരുന്നു. വശമായി അങ്ങ് വരുന്നത്. നമ്മൾ ഏറ്റുമാനെത്തി കേട്ടോ. ഏറ്റുമാനൂര് സെൻട്രൽ ഈ വണ്ടി
അയ്യോ ഇനി ഫുള്ള് ബ്ലോക്ക് ആയി. സേറ്റുമാർ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ 2 സ്റ്റാൻഡുണ്ട്. പ്രൈവറ്റ് സ്റ്റാൻഡും ഉണ്ട്, നമ്മുടെ അതുണ്ട്, ട്രാൻസ്പോർട്ടിന്റെ സ്റ്റാൻഡും ഉണ്ട്. 2 സ്റ്റാൻഡുണ്ട്. അങ്ങനെ അപ്പം ഞാൻ കാണിച്ചത് ഇവിടെ ഇറങ്ങുന്ന വഴി കഴിഞ്ഞു പോയെന്ന് തോന്നല്ലേ. ഇറങ്ങുന്ന സ്ഥലം കഴിഞ്ഞു പോയി. ഞാൻ വണ്ടി ഇതിലെ കയറണമെന്ന് കാണിച്ചത്. ഈറ്റൊരു സ്റ്റാൻഡിൽ വണ്ടി കയറുന്ന ഒരു വഴിയുണ്ട്. ആ ഈ ബോട്ട് ബാങ്ക് അത് ശരിയായില്ല. അത് പേരക്കോല കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകുമ്പോൾ പേരക്കോല കഴിഞ്ഞിട്ടാ. ഇവിടെ ഉണ്ടോ എനിക്കറിയത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്. പണ്ട് അത് ഇവിടെയാണ് പണ്ട് ഒരു ഗ്ലോസത്തിന്റെ കേരള ഇവിടെ നിന്ന് ഇനി പോകുന്നത് നൈറ്റ് മേളയിലേക്ക്. അവിടെ ചെന്നിട്ട് കുറച്ച് ഡ്രസ്സ്, അമ്മയ്ക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അല്ലേ. അതെ, പോകാം ഗൈസ്. അപ്പം അങ്ങോട്ട് അവിടെ ചെന്നിട്ട് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ നമ്മളിനി ഇങ്ങോട്ട് നടന്നു പോകും. നമുക്ക് പാർക്ക് ചെയ്ത സ്ഥലത്ത് നോ പാർക്കിംഗ് ഇപ്പം നമുക്ക് കുറച്ച് കേക്ക് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നടന്നു പോകും. ചെറിയൊരു മഴയുണ്ട് കേട്ടോ, ചെറിയ മഴയുണ്ട്, മഴ മാത്രമേ. അവിടെ ചെന്ന് കയറുന്നത് കാണിച്ചതാണ്. ഇതാണ് നമ്മുടെ ഏറ്റവും ഇവർ രണ്ടുപേരും നടന്നു പോവാണ്. ഞാൻ എൻ്റെ പുറകെ നടന്നു പോകുന്നു. അയ്യോ നല്ല മഴയാണല്ലോ. നല്ല മഴയായി. ഈ കടയിലാണ് ഞങ്ങൾ കയറാൻ പോകുന്നത്. ഇവിടെ ഒടുക്കത്തെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വാ. കൊടയുണ്ടായിരുന്നോ? കൊടയായിട്ടാണല്ലോ വന്നതല്ലേ. വെളിയിൽ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ഓടി വന്ന് കാറിൽ കയറി. ഞാൻ ഓടി വന്ന് കയറി ഇതിന്റെ ലൈറ്റ് ഉണ്ട്. ആ ഓക്കെ. ഞങ്ങൾ ഓടി വന്ന് വണ്ടിയിൽ കയറി. കേസിന് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. ഇടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ നിർത്തുന്നുണ്ടോ? വേറെ എവിടെയൊക്കെ കയറുന്നു പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലായിടന്ന് പോവാണ്. നല്ല ട്രാഫിക് ആയിരിക്കും. പക്ഷെ ഇപ്പം ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞപ്പോൾ മഴ കുറഞ്ഞു കേസ്. ഞാൻ ഓടി വന്നു. ഇനി നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ വെച്ച് കാണാം. ഫ്ലാഷ് ഓണാക്കി വെച്ചേക്കുന്നത്. ഫ്ലാഷ് തന്നെ ഓണാം. ഫ്ലാഷ് അത് ചിലപ്പോൾ ഇരുട്ടായതുകൊണ്ട് തന്നെ ഓണായി വരുന്നതായിരിക്കും. ഞാൻ നോക്കി ഫ്രണ്ട് മാത്രം ചിലപ്പോൾ ഞാനിങ്ങനെ പോകുമ്പോൾ ആലോചിക്കും ഫ്രണ്ടിൽ പോകുന്നവരായിട്ട് ഒരു ഇടിച്ചു കൊടുത്തു. എന്നാണ് വിവരറിയും. പിന്നെ ഞാൻ വിചാരിക്കും എന്തിനാ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യത്തിന് മാങ്ങാണ്ട് വണ്ടി നിർത്തോട് പോകും. നമ്മളത് പാലാ റോഡിലേക്ക് വളഞ്ഞു. പാലാ റോഡ് നേരെ പോകുന്നത് ഫ്രണ്ടിലേക്ക് ചെല്ലുമ്പോൾ ICC ഓഫീസിൽ പേരുക്കോള് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് ഷേക്കാതെ പിടിച്ചത്. ആ വീഡിയോക്കകത്ത് ഫുൾ ഷേക്ക് ആയിരിക്കും. ചിലപ്പോൾ കൈ പിടിച്ചോണ്ട് ഓടും. കുലുക്കിക്കൊണ്ട് ഓടും. ഒന്നാമത്തെ കാര്യം എന്റെ ഫോണ് നേരെ വെച്ചെടുത്താലും ഇതിനകത്ത് ഓൾറെഡി ഷേക്ക് നിങ്ങൾക്ക് അടുത്ത ദിവസത്തെ വീഡിയോക്കകത്ത് എല്ലാവർക്കും ഒന്നാമത് ഷേക്ക് കിട്ടും. അത് തിരിച്ചു വേണമെങ്കിൽ ഫോൺ ഷേക്ക് ചെയ്തോണ്ട് അല്ല ഫോൺ ഷേക്ക് ചെയ്തോണ്ട് കണ്ടാൽ മതി. നിങ്ങള് വണ്ടിയിൽ ട്രാവൽ ചെയ്തോണ്ട് കണ്ടാൽ അല്ലെങ്കിൽ വല്ല ഓഫ് റോഡ് പോകുമ്പോൾ നല്ലത്. ഫ്രണ്ട്സിന്റെ അപ്പുറം എല്ലടി ചരിത്ര പ്രസിദ്ധമായ ഏറ്റുമാനൂർ ക്ഷേത്രം എല്ലാ വീഡിയോസിലും ഉണ്ട്. ക്ഷേത്രത്തിന്റെ കവർ എല്ലാ ഡയറക്ഷനിൽ നിന്നും ഏറ്റുമാനൂർ അമ്പലം നിങ്ങൾ കാണിച്ചിട്ടുണ്ട്. എല്ലാ വൈക്കം ഡയറക്ഷനിൽ കാണിച്ചിട്ടുള്ളത്. ഓ വൈക്കം ഡയറക്ഷനിൽ നമ്മൾ കാണിച്ചിട്ടില്ലേ? ആ ബസ് ആൾക്കാർക്ക് ജനനിക്കുന്നത് ബ്ലോഗിങ്ങിന് നടത്താൻ ഇപ്പോ ആരെയും ഇടിച്ചിട്ട് വഴി ഇപ്പൊ എന്നെ കത്തിക്കാറ് ഇടിച്ചു. ഞാൻ വെറുതെ പറയുന്നല്ലോ. ഞാൻ വെറുതെ പറയുന്നത്. അഥവാ ഇടിച്ചിട്ട് മനഃപൂർവ്വം ഇടിച്ചിട്ട് നല്ല അറിയാതെ ഇടിച്ചത്. അങ്ങനെ ഇടിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കയറ്റിയല്ല ഉള്ളതാ.
അയ്യോ നല്ല ശക്തമായ മഴ. മഴ കൂടുക ഗൈസ്, മഴ കൂടുക. നല്ല മഴയാണ് ഗൈസ്. ഈ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ കിട്ടുന്നുണ്ടോ നോക്കണം. കഴിഞ്ഞ ആരാട്ട് ദിവസം എടുത്തിട്ട് ഇത് മാത്രം കാണാം. എന്നിട്ട് ഇവിടെ ഇച്ചിരി ഓപ്പോസിറ്റോ ഇനി കയറണോ ഈ മഴയത്ത്? ഓ അയ്യോ ഇല്ലേ, ഞാൻ വാങ്ങിക്കുമ്പോ ഇവിടെ നിർത്തി. ഞാൻ വേണ്ടെന്ന് വിചാരിച്ചോ. അല്ല വേണമായിരുന്നു. വേറെ ഉൾപ്പെടെ തന്നോളാം. ഇനി ഇടതുഭാഗത്ത് വല്ലതും ഉണ്ടെങ്കിൽ കയറാം. ഇനി മഴ നനയാൻ വയ്യ. DJ മാർട്ടിൻ സാധ്യത. ഞാൻ 2 ദിവസം തിരിച്ചു വന്നപ്പോ DJ മാർട്ടിൻ കയറിയായിരുന്നു. ഞാൻ കിണ്ടിയുണ്ടോന്ന് ചോദിക്കാൻ വേണ്ടി. ഞാൻ കിണ്ടിയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ചേച്ചി എന്നാ വിളക്കത്ത് വെക്കുന്ന ചെറിയ കിണ്ടിയുണ്ട്. അയ്യോ അതൊക്കെ അമ്മാതിരി ഐറ്റംസ് എടുത്താൻ വേണ്ടി ഇതിലൂടെ അവിടെ കടക്കാറുണ്ട്. അപ്പൊ നമ്മുടെ കോളേജിന്റെ ഒരു എൻട്രൻസ് ഇതാണ്. കോളേജ് ഇത് കഴിഞ്ഞിട്ട് 1 കിലോമീറ്ററോളം അകത്തോട്ട് കയറി പോകണം. പക്ഷെ എൻട്രൻസ് ഇതാന്നൊക്കെ പറയും. നമ്മുടെ മന്തിക്കടയാണ് കഴിച്ചിട്ട് വരുന്നത്. നമ്മുടെ സ്വന്തം പറഞ്ഞിട്ടുണ്ട്. കുഴിമന്തി മന്തിക്കട. എന്താണ് കുറെ പേര് ഒരേപോലെ പറഞ്ഞിട്ട് പോകുന്നതിന്റെ ബാധിക്കാൻ ഞാനും കൂടി ഒരേപോലെ ബജ്ജിക്കടയിൽ നിന്ന് ബജ്ജി വാങ്ങിക്കാം. അവിടുത്തെ കടയിൽ ഇല്ല കേട്ടോ. അയ്യോ കട കഴിഞ്ഞ് ഇന്നലൊക്കെ മൈദാമാവ് മേടിച്ചോണ്ട് പോയി ഉണ്ടാക്കാം. അവിടുന്ന് കിട്ടിയില്ലെങ്കിൽ മൈദാമാവ് മേടിക്കും. അവിടെ നിന്ന് ഉണ്ടെങ്കിൽ എവിടെ ഇനി ഉള്ളത്? അവിടെ ഒന്നും ഈ സമയത്ത് പലഹാരമൊന്നും ഇല്ല. അല്ല അവിടെ ഇല്ല. കഴിഞ്ഞ ദിവസം ഞാൻ പോന്നപ്പോഴത്തേനും അവിടെ തുറന്നിട്ടുണ്ട്. പക്ഷെ സാധനം അതാ പുള്ളിക്കാർ ഉണ്ടാക്കുന്ന പുള്ളിക്കാരനില്ലാഞ്ഞിട്ടാ. ഗൈസ് കുഴി കണ്ടോ? കുഴി. വെള്ളം കണ്ടോ? വെള്ളം. ഞാൻ ക്ലച്ചിലാണ് ചവിട്ടി. ഇപ്പൊ ചെരുപ്പായിരുന്നു. ഞാനാണെങ്കിൽ ചെരുപ്പ് എടുക്കണോ പറഞ്ഞ കാല് തിരിച്ചെടുക്കണോ. ഞാൻ ഒരു തരം ചെരുപ്പെടുത്തു. നമുക്ക് ഉണ്ടാക്കണോ? നമുക്ക് തന്നെ തിന്നാൻ മേടിച്ചാൽ പോലെ. അവിടെ കട കാണത്തില്ല. മറ്റേ കടക്ക് അവിടെ കയറുവാണെങ്കിൽ ഇത് മേടിക്കാം. റിസ്ക് മേടിക്കാൻ ചേർന്നായിരുന്നു. ആ കട അതാണ് കാർത്തിക. 1 കിലോ റിസ്ക് മേടിക്കാം. അതിനിടയ്ക്ക് ഞങ്ങൾ തിരിച്ചൊന്നുകൂടെ വന്നു. ഇവിടെ വന്നിട്ട് കടയിലേക്ക് കയറാൻ വന്നു. അപ്പം ഞങ്ങൾ അങ്ങേറ്റത്തെ എന്നുകൊണ്ട് അരുമ്പ് തിരിച്ച് വീട്ടിലോട്ട്. ഞാനും അമ്മവും മാത്രമേ ഇപ്പോൾ. അമ്മ ആണെങ്കിൽ കടയിൽ കയറി. ഞാനിവിടെ വെളിയിൽ വെയിറ്റ് ചെയ്യും.